വായന മരിക്കുന്ന കാലത്ത് ആ വായനയെ പ്രോത്സാഹിപ്പിച്ച് യുവതലമുറയെ വായനയുടെ ലോകത്തെത്തിക്കുകയാണ് ഒരു പഞ്ചായത്ത് വായനശാല. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയാണ് യുവതലമുറയെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് എത്തിക്കുന്നത്. യുവതലമുറയെ വായനയുടെ ലോകത്തെത്തിക്കാൻ വിവിധ പരിപാടികളാണ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വാളിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾ. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഇഴചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ലോകം എത്ര മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വായനശാലയിലെ ലൈബ്രറിയൻ അഭിലാഷ് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നഷ്ടപ്പെട്ട വായനയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ച് വിജയിക്കുന്നത്. ഈ ഗ്രാമീണ ഗ്രൂപ്പ്, മറ്റ് സമന്വയം ടീം എന്ന് പറഞ്ഞാൽ കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ മേഖലയിലുള്ള ഈ പ്രദേശത്തെ ആകെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു അവസരം നൽകുന്നതിനായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് സമന്വയം. കഴിഞ്ഞ വർഷം അത് രൂപീകരിച്ച് നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു വരുന്നു. അതും ലൈബ്രറിയും ഗ്രാമീണ ഗ്രൂപ്പും എല്ലാവരും കൂടി ചേർന്ന് ഈ പ്രദേശത്തെ ഒരു വായനയെ തിരിച്ചു കൊണ്ടുവരുന്നതിനും ഒരു സജീവ ലൈബ്രറിയുടെ ഒരു സജീവത ഉറപ്പുവരുത്തുന്നതിനും എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ദിനാചരണങ്ങളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുന്നു. അതുപോലെ മറ്റ് എഴുത്തുകാർക്കൊക്കെ വേണ്ട പിന്തുണ കൊടുക്കുന്നു. ഇതൊക്കെ ഈ ലൈബ്രറിയുടെ കീഴിൽ നടന്നു വരുന്നതുകൊണ്ട് ജനപങ്കാളിത്തം അത്യാവശ്യം എല്ലാ പ്രോഗ്രാമുകൾക്കും മറ്റു പല ലൈബ്രറികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ജനപങ്കാളിത്തം, ജനങ്ങളുടെ സഹകരണം എല്ലാം ഉണ്ടാകുന്നുണ്ട്. മുമ്പ് യുവാക്കളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ആശ്രയം തൊട്ടടുത്ത വായനശാലയായിരുന്നു. പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദിയും വായനശാലകൾ തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടെ ഗ്രാമീണ വായനശാലകൾ ഒന്നൊന്നായി വിസ്മൃതിയിലായി. ഉള്ളത് പലതും തുറക്കാറുമില്ല. ഇതിനെല്ലാം അപവാദമാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറി. ദിവസവും കുറഞ്ഞത് 25 പേരെങ്കിലും പുസ്തകം എടുക്കാനും വായിക്കാനുമായി ഇവിടെ എത്തുന്നുണ്ട്. ഓരോ ദിനാചരണങ്ങൾ നടത്തിയും കലാ സാംസ്കാരിക പ്രവർത്തകരെ അനുസ്മരിച്ചും പ്രതിഭകളെ ആദരിച്ചും മറ്റുമാണ് പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിച്ചത്. പുതുതലമുറ ലഹരിക്ക് അടിമപ്പെടാതെ വായന ലഹരിയാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അഭിലാഷ് വിവിധ പരിപാടികൾ നടത്തി കുറെ ആളുകളെയെങ്കിലും വായനയുടെ ലോകത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.